പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ട പോലെ കിഡ്സിൻ്റെ നെക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞാനിതിൻ്റെ മുന്നേ വലിയ ആളുകളെ ഒരു നെക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കമൻറ്റായിട്ട് വന്നിരുന്നു കേട്ടോ, കിഡ്സിൻ്റെത് ഇടുമോ എന്ന് ചോദിച്ചിട്ട്, ഒരു വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ പറയാനുള്ളത് നമ്മളെ ഒരു സന്തോഷ വാർത്തയാണ് കേട്ടോ. നമ്മളെ ഫാമിലിയിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച എല്ലാവർക്കും നന്ദി കേട്ടോ. ഇനി നിങ്ങളെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ എൻ്റെ കൂടെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ എഴുതുന്നത് വയസ്സാണ് കേട്ടോ. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ നമുക്ക് ലെങ്ത്തും വിഡ്ത്തും കൊടുക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ വയസ്സ് എഴുതി, പിന്നെ ഞാൻ ലെങ്ത്താണ് കേട്ടോ എഴുതുന്നത്. നമ്മളെ നീളം ഉണ്ടല്ലോ, നമ്മളെ കുട്ടികളെ കഴുത്തിൻ്റെ ഇറക്കമാണ് കേട്ടോ. ഇത് പിന്നെ വിഡ്ത്ത് കുട്ടികളെ നമ്മൾ വീതി വരുമല്ലോ, അതാണ് കേട്ടോ ഞാൻ എഴുതുന്നത്. പിന്നെ 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കേട്ടോ. നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് അവർക്ക് 2 ഇഞ്ച് കൊടുക്കാം കേട്ടോ. പിന്നെ വിഡ്ത്ത് നമുക്ക് 2 ഇഞ്ച് കൊടുക്കാം. പിന്നെ 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കേട്ടോ, അത് അവർക്ക് നമുക്ക് ലെങ്ത്ത് 2.5 കൊടുക്കാം കേട്ടോ. പിന്നെ വിഡ്ത്ത് 2 ഇഞ്ചും കൊടുക്കാം. പിന്നെ 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ളത് നമുക്ക് 2.5 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വിഡ്ത്തും 2 ഇഞ്ച് കൊടുക്കാം. പിന്നെ 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കേട്ടോ, അത് നമുക്ക് 2.25 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വിഡ്ത്ത് 2.25 കൊടുക്കാം. പിന്നെ 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കേട്ടോ, അത് നമുക്ക് 2.25 തന്നെ കഴുത്തിന് ഇറക്കം കൊടുക്കാം. പിന്നെ വിഡ്ത്ത് നമുക്ക് 2.5 കൊടുക്കാം കേട്ടോ. പിന്നെ 5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം 3 ഇഞ്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ വീതി നമുക്ക് 2.5 ഇഞ്ചും കൊടുക്കാം. ഇനി 6 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കേട്ടോ, നമുക്ക് കഴുത്തിന് ഇറക്കം നമുക്ക് 3.5 ഇഞ്ച് കൊടുക്കാം. വീതി നമുക്ക് 2.5 ഇഞ്ചും കൊടുക്കാം കേട്ടോ. പിന്നെ 7 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കേട്ടോ, 7 വയസ്സ് മുതൽ 8 വയസ്സ് വരെ നമുക്ക് 3.5 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കാം, 2.5 ഇഞ്ച് വിഡ്ത്തും കൊടുക്കാം കേട്ടോ. പിന്നെ 8 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് 4 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കാം കേട്ടോ, 2.5 ഇഞ്ച് വിഡ്ത്തും കൊടുക്കാം. പിന്നെ 9 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കേട്ടോ, 4 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കാം, 3 ഇഞ്ച് വിഡ്ത്തും കൊടുക്കാം കേട്ടോ. ഇത് കറക്റ്റ് ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് വെക്കണത് അളവാണ് കേട്ടോ ഞാനീ പറഞ്ഞിട്ടുള്ളത്. ഇത് 6 മാസം എന്നുള്ളത് ഞാനിവിടെ എഴുതാം കേട്ടോ. മന്ത് ഞാനിവിടെ എഴുതുന്നുണ്ട്. 6 മാസമാണ്. 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികളതാണ് കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ അങ്ങനെ എഴുതുന്നുണ്ട്. ഇത് ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് അളവ് എടുക്കേണ്ടത്. തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കട്ട് ചെയ്തിട്ട് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ തുണിയിൽ നമ്മൾ ചെയ്യാനുള്ളത് നമുക്കിതിൽ ഈ 5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടീൻ്റെത് നമുക്ക് ചെയ്യാം കേട്ടോ. അത് എങ്ങനെയാണ് നമ്മൾ ക്യാൻവാസ് ഇല്ലാതെ തുണിയിൽ എങ്ങനെ നമുക്ക് നേരിട്ട് കട്ട് ചെയ്തിട്ട്, എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് വീട്ടിൽ നിന്നൊക്കെ നമ്മൾ ഇടുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഫുൾ ടൈം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ക്യാൻവാസ് ഒന്നും വെച്ചിട്ടല്ലല്ലോ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം. അപ്പോൾ അതിൽ വിഡ്ത്ത് വരുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ എന്ത് ചെയ്യുക, 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. 2.5 ഉണ്ടാകുമ്പോൾ 4 ഇഞ്ച് കുറച്ചിട്ട് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ലെങ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. കഴുത്തിൻ്റെ ഇറക്കം വരുന്ന 3 ഇഞ്ചാണ്. അപ്പോൾ എന്ത് ചെയ്യുക, 3.25 മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. ഒരു ബോക്സായിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. അപ്പോൾ അത് എന്തിനാണ് വിഡ്ത്തിൽ 4 ഇഞ്ച് കുറച്ചതും ലെങ്ത്തിൽ 4 ഇഞ്ച് കൂട്ടിയതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ഇതുപോലെ നമുക്ക് റൗണ്ടാക്കിയിട്ട് വരച്ചെടുക്കുക. കുട്ടികൾതിന് പിന്നെ നമ്മൾ അധികം മോഡലൊന്നും വെക്കില്ലല്ലോ അല്ലേ. എല്ലാവരും റെഡിമെയ്ഡ് നോക്കുകയാണെങ്കിലും എവിടെ എങ്ങനെ നോക്കുകയാണെങ്കിലും മാക്സിമം അധികം വരെ എന്താണ് റൗണ്ടിനൊക്കെ തന്നെ ആവും. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ 2.25 മാർക്ക് ചെയ്തത്, താഴെ ഞാൻ 3.25 കേട്ടോ. എന്നിട്ടത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക. ഇതുപോലെ വെട്ടിയെടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ 2.25 നമ്മൾ എടുത്തില്ലേ, അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 4 ഇഞ്ചും കൂടെ അവിടെ കൂടിയിട്ട് 2.5 ആയിട്ട് വരും കേട്ടോ. അതുപോലെ താഴെ നമ്മൾ 3.25 എടുത്തില്ലേ, 3 ക്യാൻവാസിലാണെങ്കിൽ 3 മതി. അതുപോലെ 2.5 കറക്റ്റായിട്ട് കൊടുക്കുക വിഡ്ത്ത്. ഇത് നേരിട്ട് തുണിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അളവാണ് കേട്ടോ. ഇത്
ഇത് ഇപ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് നല്ല റൗണ്ടായിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പോൾ വീതി ഞാൻ പറഞ്ഞില്ല ഈ 2.25 എടുക്കാനുള്ള കാരണം അതാണ് കേട്ടോ. ഇവിടെ 3.25 എടുക്കാനുള്ള കാരണം ഇപ്പോൾ തയ്യൽ തുമ്പ് പോകുമ്പോൾ താഴേക്ക് ആ 3.25 എടുത്തത് മുകളിൽ നമ്മൾ 2 ഷോൾഡറും ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് മുകൾക്ക് പോകും. ഇതാ ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമല്ലോ അല്ലേ, നമ്മൾ ഒരു 1/4 ഇഞ്ച് ക്യാപ്പിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരും. അപ്പോൾ എന്താവും അവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് 2.5 ഇഞ്ചായും ആവും. പിന്നെ താഴെ ഇതുപോലെ 1/4 ഇഞ്ചാകുമ്പോൾ നമ്മളവിടെ ഷോൾഡർ 2 ഇതും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് 3 വരും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഈ 5 വയസ്സിൻ്റെ 6 വയസ്സ് 5 വയസ്സ് മുതൽ 6 വയസ്സുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി വേണമെങ്കിൽ ഇത് എഴുതി വെക്കാം. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതി വെക്കട്ടോ. നമ്മളെ മക്കളതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര എടുക്കുക എന്നുള്ള ഡൗട്ട് ഉണ്ടാവില്ല. ലെങ്ത്ത് നമുക്ക് അളന്ന് നോക്കാം, വിടുത്ത് എത്രയെന്നുള്ള കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ബൈ.